ഇരിക്കുമ്പോ ഒരാൾ മരിച്ച മക്കൾക്ക് ആ ജോലി കിട്ടുന്നത് അവകാശം. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതേ പിള്ളേരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാ. പേടിക്കണ്ട അമ്മച്ചി, നമുക്ക് പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇനി എന്തൊക്കെ പുകില് കാണണം എന്റെ കർത്താവേ. ദാസമാഷേ, ഒരാവേശത്തിനെടുത്ത തീരുമാനം അവിവേകാവോ? ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ചെലവുകൾ ഉണ്ടാവില്ലേ? ആന ടീച്ചർ എന്തിനാ പേടിക്കുന്നേ? മാതൃകാധ്യാപകനുള്ള അവാർഡ് നേടിയ, അതിലുപരി ഈ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനും സാമൂഹ്യ പ്രവർത്തകനുമായ വർഗീസ് മാഷ മകളെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ വരും. പോയോ? കൊല്ലും ഞാൻ. ടീച്ചറെ, ടീച്ചറെ എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ആ പാപ്പിയുടെ അഹങ്കാരത്തിന് ടീച്ചർ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. പെണ്ണുങ്ങളായ ഇങ്ങനെ ടീച്ചർ ഒന്ന് നിന്നു വെച്ചാൽ മതി. ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു. അതിനിപ്പോ എത്ര പൈസ പൊട്ടിയാലും ഈ ശശാങ്കന് പുല്ലന്മാര്. പിന്നെ ടീച്ചറോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവന്മാരെ തറ പറ്റിക്കുക എന്നതെന്റെ ലക്ഷ്യമാ. ശത്രുവിന്റെ ശത്രു മിത്രം, അങ്ങനെ കണ്ടാ മതി. പാപ്പിക്കെതിരെ ആര് നിന്നാലും ഞാൻ പൈസ ഇറക്കും, അവനെ പൊട്ടിക്കും. ഒന്ന് വന്നേ. ഇയാളുടെ വരവിൽ എന്തോ ഒരു പന്തികേട് പോലെ. ടീച്ചറെ, പാപ്പിയും മത്തായച്ചനും നല്ല കാശിറക്കി പണിയെടുക്കും. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി കാശിറക്കാൻ ഒരാള് വേണം. അത് ഈ ശശാങ്കനായാലും എന്നെ കുഴപ്പം. ഇതുപോലൊരു പണക്കാരൻ പൊട്ടന് വേറെ എവിടെ കിട്ടാനാ? കുണുങ്ങി കുണുങ്ങി എവിടെ പോകുന്നു? സമയത്ത് മുട്ടാക്കി ഇടുന്നുണ്ടോ? അത് പൂവനാ, പെടയല്ല. പറഞ്ഞേക്കാം. കണ്ടോ, കഥയില്ലാത്തവനാ ഇയാള് മതി. ഇത്തിരി കണ്ടത്തിന്റെ രോമാഞ്ചമായ നമ്മുടെ സ്വന്തം പാപ്പിച്ചായന് പുത്തിരിയടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അറിവിന്റെ നിറകുടമായ ആനി ടീച്ചർക്ക് പുസ്തകമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം നൽകി വിജയിപ്പിക്കണം. എന്റെ നാട്ടിലെ വെണ്ണിലാവു നീ നല്ല പാപ്പിച്ചായ, തൊട്ടതൊക്കെയും പൊന്നുപോലാക്കും നാടിൻ കൂട്ടുകാരാ, നിരപ്പേലെ വീട്ടുകാരാ. ഉള്ളം നിറഞ്ഞ് സ്നേഹം തരുന്ന ആനി ടീച്ചർക്ക് പട്ടയം അടിച്ച് മോസായി നടക്കും പാപ്പിക്കില്ല വോട്ട്. വെറുതെ മോഹം പാപ്പി വഴിയിൽ കാശുവിതറും പാപ്പി ഒരുവൻ നാട് മുടിക്കും. ഇവിടെ അടിപൊളി ഭരണത്തിലുടനടി മറുപടി. ഞാൻ ചോദിക്കുകയാണ്, ചോദിച്ചു പോവുകയാണ്, ആസിയൻ കരാറിന് അസിൻ മലയാളത്തിന്റെ നടിയാണെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. അതപ്പോ ഹലോ അമ്മച്ചി, പൂത്തതിരി അല്ല പൂത്തിരി ചേച്ചി, ചേച്ചിമാരെല്ലാരും കുട്ടാപ്പി ഒതുങ്ങി ഒതുങ്ങിപ്പോ. ഇനി സ്ത്രീകളുടെ മേല് മുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്ക് വേണ്ട കേട്ടോ. അത് മാത്രമേ നമുക്ക് ഇല്ലാത്തതേ ഉള്ളൂ. എന്താ അവിടെ കുമ്പസാരിക്ക? അത് അപ്പച്ച, ഞാൻ ആനിക്ക് വേണ്ടി വർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചു. എന്താന്ന്? അല്ല, എപ്പോഴും കൂടെ കണ്ടു നടക്കാലോ. അമ്മച്ചി, അറിയാലോ ഞാൻ ആര് ജയിക്കാനാ മോളെ പ്രാർത്ഥിക്കണ്ടേ? മറക്കരുത്, നിനക്ക് പൂത്തിരി ചിഹ്നം അറിയാലോ. രാജപ്പൻ എവിടെ കല്യാണി? പുറത്തു പോയിരിക്കുക. ഈ വീട്ടിലെ 15 വോട്ടും ഇവന് കൊടുക്കണം. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണി? നിനക്ക് ഓർമ്മ
അപ്പച്ചൻ എന്തേ കാണിച്ചത്? എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത് സാധിച്ചത്. അപ്പനെ തല്ലിയൊന്നൊരു പേരെനിക്ക് ഉണ്ടാക്കരുത്. എത്ര കാലം എന്ന് വെച്ചാൽ നിന്റെ അമ്മച്ചനെ കെട്ടിപ്പിടിച്ച് നടക്കണേ? ഇനി എന്റെ കൂടെ വരണ്ട. ഞാൻ വരും. അടുത്ത വീട് കൗശല്യയുടെ വീട്. അവളെന്നെ കൊറേ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും ഇലക്ഷൻ പ്രചാരണം അവസാനിച്ചത് നന്നായി. 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ നോക്കി ചിരിച്ചിരിച്ച് എന്റെ കിറി കൃതാവ് വരെ എത്തിയാനെ. അപ്പച്ചൻ എന്തിയടാ? അപ്പച്ചൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ആണോ? എന്നാ ഞാനും റെസ്റ്റ് എടുക്കാൻ പോവാ. ദേ, ഇന്നിനി മേലനങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. ഒരു മുന്നറിയിപ്പില്ലാതെ ഡാം ഓർമ്മിച്ച പോലെ ആരാ നിങ്ങൾ? എനിക്ക് അറിയണ്ട നിങ്ങൾ ആരാന്ന്. എന്താ പ്രശ്നം? ആരാ നിങ്ങള്? എന്ത് വേണം? ഓഹോ, ഇതാണോ വേണ്ടത്? പാപ്പിച്ചായ, നാടൻ വേണ്ട, വെരട്ടിയടി. കൊടളിയാക്കായി. കൊടളിയാക്കായി. നീ എന്താ ടൈപ്പ് റൈറ്റ് പഠിക്കണം? ഓടി വന്ന് കയറാൻ ഞാൻ ചാഞ്ച് തന്നോ? മുട്ടദോശ റെഡി, ആ ബുൾസ റെഡി. പാപ്പിച്ചായ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. അയ്യോ, എന്നെ ജയിലിലയക്കാൻ വേണ്ടിട്ടാണോടാ ഇതെടുത്ത് തന്നത്? എന്റെ അമ്മച്ചിയെ, ഓർക്കപ്പുറത്തുള്ള അടിയായി പോയി. കവ കീറി. അപ്പച്ചൻ മുട്ടമ്പാലും കൊടുത്തല്ല, കളരിയും കരാട്ടയും കൊടുത്താണ് പാപ്പിച്ചായനെ വളർത്തിയെന്ന് അവന്മാർക്കറിയില്ലല്ലോ. ഒന്ന് പോടാ. അവര് കുറച്ചേരം കൂടി നിന്നിരുന്നെങ്കിൽ എന്റെ പരിപ്പിളകിയാന്. അല്ല പാപ്പിച്ചായ, ആരാ അവന്മാര്? ഇത് അവന്റെ ആൾക്കാരാ, ശശാങ്കന്റെ. ഈ ഇലക്ഷനിലും ഞാനൊന്ന് ജയിച്ചോട്ടെ. ആദ്യത്തെ അമിട്ട് പൊട്ടുന്ന അവന്റെ മോത്തായിരിക്കും. എന്നിട്ട് അതും കേട്ട് മിണ്ടാതെ പോന്നേക്കുന്നു നശൂലങ്ങൾ. അതിന് ഞങ്ങൾ മുന്നേ വെച്ചല്ലോ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞറിഞ്ഞതാ. ഓ, മുമ്പേ വെച്ചായിരുന്നേ നീയൊക്കെ ഒലത്തിയാനെ. പാപ്പിന്ന് കേട്ടാ നിന്റെയൊക്കെ കാല് വഴി മൂത്രം ഒഴുകുമല്ലോടാ. നോണമില്ലാത്ത പോങ്ങന്മാര്. എന്നാലും അതാരാടാ എന്റെ പേരിൽ ഈ നാട്ടിൽ വന്നവനെ തല്ലാൻ ധൈര്യം കാട്ടിയത്? ഇത്തിരിക്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. തലയിണ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ അംബുജാക്ഷനെയും തെറ്റാലി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ പ്രഭാകരനെയും പിന്തള്ളിക്കൊണ്ട്